ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ 8 ഇലക്ഷൻ ആൻഡ് ഡെമോക്രസിയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ചാപ്റ്റേഴ്സിന് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് ഇലക്ഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹെൽഡ്? സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യയിൽ നടന്ന ആദ്യ ഇലക്ഷൻ എന്നായിരുന്നു, അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ ഇലക്ഷൻ നടന്നത് എന്നായിരുന്നു അത് 1952 ഏത് ഇയറിലാണ്? 1952 ഇനി ഒരു വേർഡ്സ് തന്നിട്ടുണ്ട്, ഇത് ആരുടെ വേർഡ്സ് ആണെന്നാണ് ചോദിച്ചത്. ഡോണ്ട് അബ്സ്റ്റെയിൻ ഫ്രം കാസ്റ്റിംഗ് യുവർ വോട്ട്, ദിസ് ഈസ് അവർ ഡ്യൂട്ടി ടുവേർഡ്സ് ദി നേഷൻ. വോട്ട് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ എന്താകരുത്, ഒഴിഞ്ഞു മാറരുത്. കാരണം അത് നിങ്ങളുടെ ഒരു രാജ്യത്തിനോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനോട് നിങ്ങൾ ചെയ്യേണ്ട കടമയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്യാം ശരൺ നേഗിയാണ്. ആരാണ്? ശ്യാം ശരൺ നേഗി. ഇദ്ദേഹം ഇന്ത്യസ് ഫസ്റ്റ് വോട്ടറാണ്, ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ആര്? ശ്യാം ശരൺ നേഗി എന്ന് വെച്ചത്. ഓക്കെ, അപ്പം ആ വേർഡ്സ് ഓർത്ത് വെക്കുക. ഡോണ്ട് അബ്സ്റ്റെയിൻ ഫ്രം കാസ്റ്റിംഗ് യുവർ വോട്ട്, ദിസ് ഈസ് അവർ ഡ്യൂട്ടി ടുവേർഡ്സ് ദി നേഷൻ എന്ന് പറഞ്ഞത് ശ്യാം ശരൺ നേഗിയാണ്. ഹി വാസ് ഇന്ത്യാസ് ഫസ്റ്റ് വോട്ടർ. ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യയിൽ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യ ഇലക്ഷൻ നടന്ന വർഷം അത് 1952. ഇനി എന്താണ് റൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ? ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം എന്ത് പറയണം? എന്താണ് ഇലക്ഷൻ എന്ന്, അല്ലേ? ഇലക്ഷൻ എന്താണ്? Election is a method by which the representatives of the people are elected in a democratic system. അല്ലേ? എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെത്തേഡാണ്. ഇങ്ങനെ ഒരു ജനാധിപത്യം, ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യ സിസ്റ്റമാണ്, അല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവിടെയുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്തിലൂടെയാണ്? എലക്ഷൻ വഴിയാണ്. അപ്പോൾ എന്താണ്? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ്, ഒരു മെത്തേഡാണ് എന്ത്? എലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം വിതൗട്ട് എലക്ഷൻ ഡെമോക്രാറ്റിക് സിസ്റ്റം വിൽ നോട്ട് എക്സിസ്റ്റ്, അല്ലേ? ഇലക്ഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? ജനാധിപത്യം ഉണ്ടാവില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പീപ്പിള്, അവർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ് എന്ത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അപ്പം എലക്ഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ജനാധിപത്യം ഇല്ല. എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, നമ്മളുടെ നാട്ടിലെ ജനങ്ങളില്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട പ്രതിനിധികളെ അവരായിട്ട് തിരഞ്ഞെടുക്കുന്ന മെത്തേഡാണ് എന്ത്? എലക്ഷന്. അപ്പം ആ എലക്ഷൻ ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ജനാധിപത്യം, ഡെമോക്രാറ്റിക് സിസ്റ്റം വിൽ നോട്ട് എക്സിസ്റ്റ്, അല്ലേ? ജനാധിപത്യ വ്യവസ്ഥ തന്നെ അവിടെ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ 2 പോയിൻ്റാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. എന്താണ്? എലക്ഷൻ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് the representatives of the people are elected in a democratic system. Without election, democratic system will not exist, അല്ലേ? ഇനി നോക്കൂ, റൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. എന്താണ് ഇലക്ഷൻ്റെ? ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ ഇലക്ഷൻ്റെ പ്രാധാന്യം, അല്ലേ? എന്താണ്? അതുപോലെ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം, എലക്ഷൻസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഇൻ എ ഡെമോക്രസി. എന്താ ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അല്ലേ? അപ്പം എലക്ഷൻസ് എന്താണ്? നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ. അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? ഇലക്ഷൻ റിഫ്ലക്ട്സ് ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ, അല്ലേ? ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതാണ് എലക്ഷൻസിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ഒരു ഇലക്ഷനിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഇഷ്ടമാണ്, ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. അപ്പം എലക്ഷൻസ് റിഫ്ലക്റ്റ് ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ താല്പര്യമാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് എലക്ഷനിലൂടെ. പീപ്പിൾ ക്യാൻ സെലക്ട് ദ റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ് ത്രൂ എലക്ഷൻ. അവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ നേതാക്കന്മാരിലെ അവരുടെ റൂളേഴ്സിനെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം, അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സ്. ഇവിടെ ഒരു ഡെമോക്രാസിയാണ്, ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള എല്ലാ പ്രോസസ്സിലും
എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ എന്ത് കാര്യത്തിലും റെസ്പോണ്ട് ചെയ്യാനും അവർക്ക് അവസരമുണ്ട് ജനങ്ങൾക്ക്. അതുപോലെ എലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ ഫോർ ദ റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ആസ്പിറേഷൻസ് ഓഫ് പീപ്പിൾ അല്ലേ. എലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്, റൂളേഴ്സിന് ജനങ്ങളുടെ ഇഷ്ടത്തിന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാൻ ആർക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയുന്ന റൂളേഴ്സിന് സാധിക്കും. അപ്പം എലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ ഫോർ ദ റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. അപ്പം 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നെന്താ, എലക്ഷൻസ് റിഫ്ലക്റ്റ് ദ അല്ലേ, ജനങ്ങളുടെ താല്പര്യമാണ് എലക്ഷനിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ പീപ്പിൾ ക്യാൻ സെലക്ട് ദ റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ് അല്ലേ. അവിടെ രാഷ്ട്രത്തിലുള്ള റൂളേഴ്സിനെ, അവരെ ഭരിക്കുന്ന ആളെ ആർക്ക് തിരഞ്ഞെടുക്കാം, ജനങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിലെല്ലാം റെസ്പോണ്ട് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ എലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ ഫോർ ദ റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ജനങ്ങളുടെ ഭരിക്കുന്ന ആളുടെ റൂൾസ്, അവരുടെ ഭരണം ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും, അത് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് എലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ചോദിച്ചാൽ എഴുതേണ്ടത്. മേക്ക് എ ഫ്ലോ ചാർട്ട് ടു ഷോ ദ മെത്തേഡ് ഓഫ് എലക്ഷൻ അഡോപ്റ്റഡ് ടു വേരിയസ് റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. അപ്പം ഒരു എലക്ഷൻ്റെ മെത്തേഡ് ഓഫ് എലക്ഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, മേക്ക് എ ഫ്ലോ ചാർട്ട് ടു ഷോ ദ മെത്തേഡ് ഓഫ് എലക്ഷൻ അഡോപ്റ്റഡ് ടു വേരിയസ് റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. അപ്പം മെത്തേഡ്സ് ഓഫ് എലക്ഷൻ നമുക്ക് ബ്രോഡായിട്ട് 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഡയറക്റ്റ് എലക്ഷനും ഒന്ന് ഇൻഡയറക്റ്റ് എലക്ഷനും. എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് എലക്ഷന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് എലക്ഷൻ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് എലക്ഷനാണ്. ഡയറക്റ്റ് ഇലക്ഷനിലൂടെ നേരിട്ട് എലക്ട് ചെയ്യുന്നത് ഏതിലൊക്കെയാണ്, ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഇതാണ് ഡയറക്റ്റ് ഇലക്ഷനിലൂടെ പറയുന്നത്. അപ്പം അത് ഏതിലൊക്കെയാണ് ജനങ്ങൾക്ക് ഡയറക്റ്റ് എലക്ട് ചെയ്യാൻ പറ്റുക, ലോക്സഭയിൽ ഇലക്ഷനിൽ നടക്കും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലുമാണ് ഡയറക്റ്റ് ഇലക്ഷൻ ഉള്ളത്. ഇനി ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴി എന്നാക്കുന്നത് പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, രാജ്യസഭയുണ്ട്. ഇവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ ജനങ്ങൾക്ക് നേരിട്ടിട്ട് അവരുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതുപോലെ വൈസ് പ്രസിഡൻറ്റിനെ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അവിടെ അവരാദ്യം തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്ന് കുറച്ച് ആളുകൾ അവരാണ് എന്ത് ചെയ്യുക, അടുത്ത ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ ഈ പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറ്റിനും ഒക്കെ തിരഞ്ഞെടുക്കുക. ഓക്കെ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് എലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് എലക്ഷനും ഇൻഡയറക്റ്റ് എലക്ഷനും. ഡയറക്റ്റ് എലക്ഷനിൽ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ആണ്. ഇൻഡയറക്റ്റ് എലക്ഷനിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റും രാജ്യസഭയുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് എലക്ഷൻ ആൻഡ് ഇൻഡയറക്റ്റ് എലക്ഷൻ? എന്താണ് ഡയറക്റ്റ് എലക്ഷനും ഇൻഡയറക്റ്റ് എലക്ഷനും തമ്മിലുള്ള വ്യത്യാസം? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, എന്നാലും നോക്കാം. പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ടിങ് ദിയർ റെപ്രസെൻറ്റേറ്റീവ്സ് കോൾ ഡയറക്റ്റ് എലക്ഷൻ. എന്താ ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ അവർ നേരിട്ട് തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ, അവിടെ റൂൾ ചെയ്യുന്ന ആളെ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതിനാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുക. അതിന് എക്സാമ്പിളാണ് ലോക്സഭ ഇലക്ഷൻ, അതുപോലെ പഞ്ചായത്ത് മെമ്പറൊക്കെ അല്ലേ. നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പറിൻ്റെ ഇലക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ ലോക്സഭ ഇലക്ഷനിലൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ജനങ്ങൾ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ നേരിട്ടിട്ടാണ് അവർ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. Method of election in which representatives are chosen by the elected representatives of people is indirect election. Indirect election എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾ ആദ്യം ഈ വഴിയിലൊക്കെ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഈ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അവരിലൂടെയാണ് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ ആളുകളെ തിരഞ്ഞെടുക്കുക, ഈ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ. അപ്പം മെത്തേഡ് ഓഫ് എലക്ഷൻ ഇൻ വിച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ചൂസൺ ബൈ ദി
ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നത് ആരായിരിക്കും? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. ആദ്യമേ ജനങ്ങൾ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അത് ജനങ്ങൾ നേരിട്ടിട്ടല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ് ഓഫ് എലക്ഷന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പഞ്ചായത്ത് മെമ്പർ എന്തായിരുന്നു? അത് ഡയറക്റ്റ് എലക്ഷൻ ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റ് അത് ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ്. ഓക്കെ, നറേറ്റ് ദ പ്രൊസീജിയർ ഓഫ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. എന്താണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ? The country is divided into various electoral districts known as constituencies. അല്ലേ, നമ്മുടെ രാജ്യത്തിന് കുറേ ഇലക്ട്രൽ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വേരിയസ് ഇലക്ട്രൽ ഡിസ്ട്രിക്ട്സിന് നമ്മൾ വിളിക്കുന്നതിൽ, ഒരു രാജ്യത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള വേരിയസ് ഇലക്ട്രൽ ഡിസ്ട്രിക്ട്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യുവൻസി. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത് അല്ലേ. അപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ പറഞ്ഞു. 1 representative is elected from 1 constituencies. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവില്ല, ഇലക്ട്രൽ ഡിസ്ട്രിക്ട്സ് ഉണ്ടാവും, അതിനാണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ 1 representative is elected from 1 constituency. 1 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുക? ഒറ്റ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ്, ഒരു 1 റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് അവിടെ എലക്ട് ചെയ്യപ്പെടുന്നത്. എനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ക്യാൻ കണ്ടസ്റ്റ്. അവിടെ എത്ര കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാം? അവിടെ പങ്കെടുക്കാം. ദ കാൻഡിഡേറ്റ് ഹൂ ഗെറ്റ്സ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് ഈസ് എലക്റ്റഡ്. അവിടെ എങ്ങനെയാണ്? ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവരാണ് എലക്ട് ചെയ്യപ്പെടുക. അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ. അവിടെ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞു. അതുപോലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും, എലക്ട് ചെയ്യപ്പെടും? അത് ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യപ്പെടുള്ളൂ. അതുപോലെ എത്ര കാൻഡിഡേറ്റ്സിനും അവിടെ മത്സരിക്കാം. ഈ മത്സരിച്ചതിൽ വെച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ അവരായിരിക്കും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. Okay, majority of the democratic nations in the world have adopted simple majority system. Why? മിക്ക ഡെമോക്രാറ്റിക് നേഷൻ അല്ലേ, ജനാധിപത്യ രാഷ്ട്രങ്ങളിലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു മാനേജ്. അത് വളരെ പേരിൽ തന്നെ ഉണ്ടല്ലേ, വളരെ സിമ്പിളും അതുപോലെ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, മജോറിറ്റി സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡെമോക്രാറ്റിക് നേഷൻസിൽ ഇത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യ. ഇനി ആദ്യം നമ്മൾ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിനെ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഈസ് അഡോപ്റ്റഡ് ടു എലക്ട് ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ വേർ വി ഫോളോ ഇൻഡയറക്റ്റ് എലക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അത് ഡയറക്റ്റ് എലക്ഷൻ ആണ് അല്ലേ. അവിടെ നടത്തുന്ന മെത്തേഡ് ഓഫ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എലക്ഷൻ ആണ്. പക്ഷേ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ആരൊക്കെയാണ്? ഒന്ന് പ്രസിഡൻറ്റിന്, പിന്നെ വൈസ് പ്രസിഡൻറ്റിന്, അതുപോലെ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയ്ക്കാണ്. ഇതെന്താണ്? ഇവരൊക്കെ എന്ത് ഫോളോ ചെയ്യുന്നതാണ്? ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് എലക്ഷൻ ആണ്. ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ് ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. MLAs ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ഈച്ച് സ്റ്റേറ്റ് എലക്ട് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ അല്ലേ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള MLAs ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിലുള്ളയും അല്ലേ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഫ്രം ഈ സ്റ്റേറ്റ് എലക്ട് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. അപ്പോൾ ഓരോ സ്റ്റേറ്റിലുള്ളയും ഈ MLAs ആണ് രാജ്യസഭയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇൻ പ്രൊപ്പോർഷൻ ടു ദ സ്ട്രെങ്ത് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടി ക്യാൻ എലക്ട് റെപ്രസെൻറ്റേറ്റീവ് ടു രാജ്യസഭ. അപ്പോൾ ഈ പ്രൊപ്പോർഷനേറ്റിൽ അവിടെ എന്തുണ്ട്, ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും എന്ത് ചെയ്യാം, അവിടെ ദേ ക്യാൻ എലക്ട് റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാം. എന്തിലോട്ട്? രാജ്യസഭയിലോട്ട്.
മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അത് ഡയറക്റ്റ് എലക്ഷൻ മെത്തേഡാണ് അല്ലേ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അത് എന്ത് മെത്തേഡാണ്? അത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് എലക്ഷൻ ആണ്. ഇവിടെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ആരൊക്കെയാണ്? വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ്, മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭയാണ്. ഈ മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭയെ എലക്ട് ചെയ്യുന്നത് ആരാണ്? അത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള MLAs ആണ്. മനസ്സിലായല്ലോ. ഇവിടെ എത്ര പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോ, അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ എലക്ട് റെപ്രസെൻറ്റേറ്റീവ് ടു രാജ്യസഭ. അവർക്ക് രാജ്യസഭയിലേക്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യിപ്പിക്കാൻ പെടാൻ സാധിക്കും. ഓക്കെ. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ കോൺസ്റ്റിറ്റ്യുവൻസീസ്? റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്? അതുപോലെ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ടു എലക്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയാസ്. ദിസ് ജോഗ്രഫിക്കൽ ഏരിയാസ് ആർ കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ? ഈ ജനങ്ങളുടെ പ്രതിനിധികളല്ലേ, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ സംസ്ഥാനത്തിനെയും അതുപോലെ യൂണിയൻ ടെറിട്ടറീസിനെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എന്താക്കും? ചെറിയ ചെറിയ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ജോഗ്രഫിക്കൽ ഏരിയാസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ടു എലക്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ചെറിയ ചെറിയ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഈ ജോഗ്രഫിക്കൽ ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന്. ക്ലിയർ അല്ലേ? ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഹാസ് ഓൾമോസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഏകദേശം എങ്ങനെയാണ്? ഒരേ ലെവൽ ഓഫ് പോപ്പുലേഷൻ തന്നെയാണ്. 543 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ഇന്ത്യ. അറ്റ് പ്രസൻറ്റ് കേരള ഹാസ് 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇന്ത്യയിൽ മൊത്തമായിട്ട് എത്ര ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്? 543 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അത് ഓർത്തൊക്കെ നമ്മൾ 5 കുറഞ്ഞു വരികയാണ്. 5, 4, 3. അപ്പോൾ 543 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഇന്ത്യയിലുള്ളത്. പ്രസൻ്റ് ആയിട്ട് കേരളത്തിൽ 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. ഇന്ത്യയിൽ 543, കേരളത്തിൽ 20 1 റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് എലക്റ്റഡ് ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ്സാണ് ഉണ്ടാവുക? അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞു? എന്താണ്? എലക്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യപ്പെടും. ഈ ജോഗ്രഫിക്കൽ ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഹാസ് ഓൾമോസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള പോപ്പുലേഷനാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസിലുള്ളത്. ഇന്ത്യയിൽ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. കേരളത്തിലോ 20 ലോക്സഭ അല്ലേ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. അതുപോലെ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് വീതമാണ് ഉണ്ടാവുക. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കേരളാസ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്. കേരളത്തിൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പോപ്പുലേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസി അതിൻ്റെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താകുന്നത്, അവിടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഹാസ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ പ്രൊപ്പോർഷൻ ടു പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ പ്രൊപ്പോർഷൻ തയ്യാറാക്കുന്നത്. അറ്റ് പ്രസൻറ്റ് കേരള ഹാസ് 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പം കേരളത്തിൽ പ്രസൻ്റ് ആയിട്ട് എത്ര കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലീസ് ഉണ്ട്? 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ, മാറരുത്. ഇവിടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അപ്പോൾ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. അപ്പോൾ കേരള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണ്? ഈ സ്റ്റേറ്റ്, ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്? അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് അല്ലേ. ഈ സ്റ്റേറ്റ് ഹാസ് ആൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് തയ്യാറാക്കുന്നത്? അവിടെയുള്ള പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. പ്രസൻ്റ് ആയിട്ട് കേരളത്തിൽ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്.
മേക്ക് എ ലിസ്റ്റ് ഓഫ് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് കേരള. കേരളത്തിലുള്ള ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഏതൊക്കെയാണ്? ജസ്റ്റ് നമുക്ക് നോക്കി പോവാം. കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, തൃശ്ശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, മാവേലിക്കര, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ്. കേരളത്തിൽ മൊത്തം 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ മൊത്തം എത്ര ഉണ്ട്? 543 അല്ലേ, 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത്. ഇനി റൈറ്റ് എ നോട്ട്സ് ഓൺ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി. ഇനി റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റിയിട്ടൊരു ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എൻഷുവർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വീക്ക് ആൻഡ് ദ ഒപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഇവിടെ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്തിനെയാണ് ഇതാക്കുന്നത്? നമ്മുടെ വീക്കായിട്ടുള്ള സമൂഹത്തിൽ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെയാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അക്കോർഡിംഗ്ലി സീറ്റ്സ് ഹാവ് ബീൻ റിസർവ്ഡ് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. അപ്പോൾ ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലും SC STക്ക് അല്ലേ, ഷെഡ്യൂൾഡ് പട്ടികജാതിക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഈ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എൻഷുർ ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ ആർക്കാണ്? വീക്ക് അല്ലേ, നമ്മുടെ സമൂഹത്തിൽ വീക്കായിട്ടുള്ളതും അതുപോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനാണ്. ഇവിടെ ലോക്സഭയും സ്റ്റേറ്റ് അസംബ്ലീസും ആർക്കാണ് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്? SC STക്ക് അവരുടെ ജനസംഖ്യയുടെ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ എന്താക്കിയിട്ടുണ്ട്? സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഓൺലി ദോസ് ഹു ബിലോങ് ടു ദ റിസർവ്ഡ് കാറ്റഗറി ക്യാൻ കണ്ടസ്റ്റ് ഇൻ എലക്ഷൻ ഫ്രം ദി റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. അല്ലേ, ഇവിടെ ഈ റിസർവ്ഡ് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ എലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യു ക്യാൻ കോണ്ടസ്റ്റ് ഇൻ എലക്ഷൻ ഫ്രം ദ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. പീപ്പിൾ ബിലോങ്ങിങ് ടു വേരിയസ് കാറ്റഗറീസ് ക്യാൻ കാസ്റ്റ് ദെയർ വോട്ട്സ്. ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അവിടെ എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? അവിടെ കണ്ടസ്റ്റൻ്റായിട്ട് അല്ലേ, ആ കോണ്ടസ്റ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തിൽ ഉൾപ്പെടണം? റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടണം. അറ്റ് പ്രസൻറ്റ് 84 സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് 47 സീറ്റ്സ് ഫോർ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദ ലോക്സഭ. അപ്പം പ്രസൻ്റായിട്ട് 84 സീറ്റ്സാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ളത്. അതുപോലെ 47 സീറ്റ് 47 സീറ്റ്സാണ് ആർക്കുള്ളത്? ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ളത് ലോക്സഭയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി. എന്താണ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ അത് റിസർവ് ചെയ്യപ്പെട്ടുള്ളതാണ് അല്ലേ, വീക്കായിട്ടുള്ളതും അതുപോലെ ഒപ്രസ്ഡ് സെക്ഷൻസും, സമൂഹത്തിലുള്ള വീക്കും ഒപ്രസ്ഡ് സെക്ഷൻസിനും റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ. ഇവിടെ സീറ്റ്സ് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുമുള്ള സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടിയിട്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് അവർക്ക് സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? ഈ റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ്. അതുപോലെ പീപ്പിൾ ബിലോങ്ങിങ് ടു വേരിയസ് കാറ്റഗറീസ്, അവിടെ ആർക്കും വോട്ട് ചെയ്യാം അല്ലേ, അതിനൊരു പ്രശ്നവുമില്ല. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് എത്ര സീറ്റ്സാണ് റിസർവ് ചെയ്തിട്ടുള്ളത്? 84 സീറ്റ്സാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് റിസർവ് ചെയ്തത്. അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ലോക്സഭയിൽ റിസർവ് ചെയ്തിട്ടുള്ളത് 47 സീറ്റ്സാണ്. ഓക്കെ, അപ്പം കേരള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്ര സീറ്റ്സ് ഉണ്ട്? 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ? ടു എലക്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്തു. അതിനെയാണ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇന്ത്യയിൽ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അതുപോലെ കേരളത്തിൽ എത്രയാണ്? 20 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണുള്ളത് അല്ലേ. എന്നാണ് ഫസ്റ്റ് ഇലക്ഷൻ നടന്ന വർഷം? 1952 ആണ് അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെയാവും? ഈ ഭാഗങ്ങളിലൊക്കെ മാർക്ക് ഫുള്ളും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.